എല്ലാവർക്കും നമസ്കാരം. 2025-2026 അധ്യയന വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ക്ലാസ് 4 ഗണിതം. 2 പാർട്ട് പുസ്തകങ്ങളിലുമായി പെരുക്കൽ പെരുമ മൾട്ടിപ്ലിക്കേഷൻ വരെ വരുന്ന ഭാഗങ്ങളാണ് മാത്സിൽ പ്രതീക്ഷിക്കേണ്ടത്. 5 6 ചോദ്യങ്ങൾ ഉണ്ടാകും. ആദ്യത്തെ ചോദ്യം, ഒരു കടയിൽ വിറ്റുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് ചുവടെ നൽകിയിരിക്കുന്നു. ആദ്യ ദിവസം കുടിവെള്ള കുപ്പികൾ 1245-ഉം എണ്ണ പലഹാരങ്ങൾ 865-ഉം വിറ്റുപോയി. രണ്ടാം ദിവസത്തെ കണക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആകെ 2 ദിവസമായി കുടിവെള്ളം എത്രത്തോളം വിറ്റുപോയി, പലഹാരങ്ങൾ എത്ര വിറ്റുപോയി, ആദ്യ ദിവസം കുടിവെള്ളവും പലഹാരവും കൂടെ എത്ര വിറ്റുപോയി തുടങ്ങിയ കാര്യങ്ങൾ. ഇത് സബ്സ്ട്രാക്ഷനും അഡിഷനും വരുന്ന ഭാഗമാണ്. കൂട്ടലും കുറയ്ക്കലും 2 ചാപ്റ്ററുകൾ, ഇൻക്രീസിംഗ് നമ്പേഴ്സ്, ഡിക്രീസിംഗ് നമ്പേഴ്സ് തുടങ്ങിയ ചാപ്റ്ററുകളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഇത് രണ്ടും. ഇനി ഈ ചോദ്യത്തിന് നമ്മുടെ പരീക്ഷാ മാതൃകയിൽ ഇവിടെ കൂടുതലായി ചോദിച്ചിരിക്കുന്നു. ആകെ വിറ്റുപോയ സാധനങ്ങൾ എത്ര? അപ്പൊ ആദ്യ ദിവസം വിറ്റുപോയ സാധനങ്ങൾ എത്രയെന്ന് കണ്ടുപിടിക്കണം, രണ്ടാം ദിവസം വിറ്റുപോയ സാധനങ്ങൾ എത്രയെന്ന് കണ്ടുപിടിക്കണം. അവ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആകെ വിറ്റുപോയ സാധനങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിനുശേഷം കുടിവെള്ളം എത്ര വിറ്റുപോയി, പലഹാരം എത്ര വിറ്റുപോയി തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ വിറ്റുപോയതിൽ കൂടുതൽ ഏതാണ്, കുടിവെള്ളമാണോ പലഹാരമാണോ? ഏതാണെങ്കിൽ എത്ര കൂടുതൽ. ഇപ്പോ കുട്ടികൾ പൊതുവെ ചെയ്യുന്നത് എത്ര കൂടുതൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോ കുടിവെള്ളം 1245 ഉദാഹരണമായിട്ട് എടുക്കുന്നത്, എണ്ണ പലഹാരം 865 ആദ്യത്തെ ദിവസത്തിന്റെ മാത്രം. അപ്പോൾ ഇതില് ഏതാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ കുടിവെള്ളമാണ് കൂടുതൽ. എത്ര കൂടുതൽ എന്ന് ചോദിച്ചാലും ചില കുട്ടികൾ 1245 എന്ന് എഴുതാം. അങ്ങനെയല്ല, 1245 നിന്നും 865 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ പലഹാരത്തെക്കാൾ എത്ര കൂടുതൽ, അത് കണ്ടുപിടിക്കാൻ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വിൽപ്പന നടന്നത് ആദ്യ ദിവസമാണോ രണ്ടാം ദിവസമാണോ, അപ്പം തുടങ്ങിയ കാര്യങ്ങൾ വരിയായിട്ട് ഉത്തരം കണ്ടെത്തേണ്ട ഭാഗങ്ങളാണ് ഈ നൽകിയിട്ടുള്ളത്. ഇത് LSS മാതൃകയിലും കൂടെ ഉള്ളൊരു ചോദ്യമാണ്. ഈ രീതിയിൽ പിരിവുള്ള ചോദ്യങ്ങളായിരിക്കും LSSനും പരീക്ഷകൾക്കും ചോദിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഈ രീതിയിലുള്ള ചോദ്യം കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ടോപ്പിക്ക്. 459-നെ 11-മായി ഗുണം ചെയ്യുന്നു. അപ്പൊ ഇതിൽ ശരിയല്ലാത്ത കാര്യം എന്താണ്? ഈ ഒരു അടിസ്ഥാന ആശയം ആദ്യമേ മനസ്സിലാക്കി വെച്ചേക്കുക. 459-നെ 11 പ്രാവശ്യം കൂട്ടുക, അതായത് 459 അധികം 459 അധികം 459 അധികം 459, ഇങ്ങനെ 11 തവണ എഴുതി കൂട്ടുന്നതിനെയാണ് ഗുണനം എന്ന് പറയുന്നത്. അഡിഷൻ എന്ന് പറയുന്നത് കൂടി 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 വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഡിഷൻ, ആവർത്തന സങ്കലനമാണ് ഗുണനം. ആവർത്തിച്ച് കൂട്ടി 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 പോകുന്നതിനെയാണ് ഗുണനം എന്ന് പറയുന്നത്. ഇനി സംശയം വന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗവും ചെയ്തു നോക്കി ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കും. ഇപ്പൊ 459 ഗുണം 11 ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരു ഉത്തരം കിട്ടും. എന്നിട്ട് 459-നെ 10 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിനോട് 459 കൂട്ടിക്കുക. ഓരോ വരിയും എഴുതി ചെയ്യാൻ വേണമെങ്കിൽ അത്ര സമയം കിട്ടും. അങ്ങനെ ചെയ്തു നോക്കിയും ഉത്തരത്തിൽ എത്താൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു റൂളും കൂടെ പറഞ്ഞു തരാം. ഗുണനം 10 കൊണ്ടുള്ള ഗുണനം എന്ന് പറയുമ്പോൾ 0 ഉൾപ്പെടുന്നത്. 459-നോടൊപ്പം ഒരു 0 കൂടെ ചേർത്താൽ മതിയാകും. 4590 നമുക്ക് കിട്ടും. 0 വരുമ്പോൾ ആ 0യുടെ എണ്ണം എണ്ണി അവ ഉത്തരത്തിൽ ചേർത്താൽ മതിയാകും. പിന്നീട് വേറൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടത്, 0 കൊണ്ട് ഗുണിച്ചാൽ ഡയറക്റ്റ് 0 മാത്രമേ ഉള്ളൂ. ഇപ്പൊ 10-ന്റെ 0 ആണെങ്കിൽ ഓക്കെ, അല്ല ഡയറക്റ്റ് 0 മാത്രമേ ഉള്ളൂ. 459 ഗുണം 0, അങ്ങനെയാണെങ്കിൽ ഉത്തരം 0 ആയിരിക്കും. ഏത് സംഖ്യ 0 കൊണ്ട് ഗുണിച്ചാലും ഉത്തരം 0 ആയിരിക്കും. നമ്മളിവിടെ പറയുന്നത് 10, 100, 1000 അങ്ങനെ സ്ഥാനവിലയിൽ ആണ് നോക്കിയിട്ടാണ് നമ്മൾ എണ്ണുന്നത്. ഓക്കെ. അടുത്തത് 450-നെ 11 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നോക്കിക്കോളെ, സംഖ്യ നമുക്ക് നേരത്തെ 459 ഉണ്ടായിരുന്നു ചോദ്യത്തില്. ഇവിടെ 450. 450-നെ 11 തവണ ഗുണിച്ചു. പിന്നീട് ബാക്കി ഇവിടെ എത്രയുണ്ട്? 9 ഉണ്ട്. 459-ന്റെ ഈ ഒരു 9 ഉണ്ടല്ലോ,
459 ഈ 9 അതിനെ 11 കൊണ്ട് വീണ്ടും ഗുണിച്ചു. അപ്പോൾ അപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം സെയിം തന്നെയായിരിക്കും. 459 11 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നു. ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന ഉത്തരവേ ഉള്ളൂ ചോയ്സ് ചെയ്ത്. 459 ഗുണം 11 അതാണ് ഈ ക്രിയ. അതിനോടൊപ്പം 1 കൂട്ടിയാൽ ഉത്തരം എന്ത് ചെയ്യും? സ്വാഭാവികമായും തെറ്റും. അപ്പോൾ ഉത്തരം ഡി ആണ്. ബിറ്റ്വീൻ വിച്ച് ടു നമ്പേഴ്സ് ബിലോ ഈസ് 761 മൈനസ് 380. അപ്പൊ ഇത് കുറയ്ക്കാൻ കുട്ടികൾക്ക് അറിയാം. പക്ഷേ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരീക്ഷാ ട്രെൻഡിൽ ചോദിക്കപ്പെടുന്നത്. അപ്പോൾ കിട്ടുന്ന ഉത്തരം ഏത് സംഖ്യാകൂട്ടത്തിന് ഇടയിലാണ് വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ്, ആ ഒരു കൺസെപ്റ്റാണ് വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ, അടുത്ത കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കലണ്ടർ കേൾക്കുമ്പോഴേ നിങ്ങൾ ആലോചിച്ചേക്കുക, ഈ സംഖ്യകൾ കാണാതെ പിടിച്ചു വെച്ചേക്കുക. 1, 8, 15, 22, 29. 1-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ 29-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതായത് 7 ദിവസം വീതം കൂടി പോകുന്നത് അതേ ദിവസങ്ങളായിരിക്കും. ഇവിടെ പറയുന്നത് ജനുവരി ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജനുവരി, ജനുവരിയിലെ ഫസ്റ്റ് ഫ്രൈഡേ. അപ്പം ജനുവരി 1, ജനുവരി 2, ജനുവരി 1 ഏതാണെന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഫ്രൈഡേ ജനുവരി 2 അപ്പം ഇത് സെക്കൻഡ് ഫ്രൈഡേ ആണ്, ഫസ്റ്റ് തേഴ്സ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ അതർ ഫ്രൈഡേസ്? അപ്പൊ 2നോടൊപ്പം 7 കൂട്ടി വീതം പോയാൽ മതി. 9, 9, 16, 23, 30 ഈ രീതിയിലാണ് വരുന്നത്. ഈ ചോദ്യം PDF ആയിട്ട് ലഭിക്കാനും അല്ലെങ്കിൽ LSS പരീക്ഷാ പരിശീലനത്തിനും വേണ്ടി നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. ഡെയിലി എക്സാം പ്രിപ്പറേഷൻ കുട്ടികൾക്ക് എഴുതാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും. വാട്സാപ്പ് ചാനലിൻ്റെ QR കോഡാണ് ഈ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൂട്ടുക കുറയ്ക്കുക ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. കുറച്ച് ഇനങ്ങൾ നൽകിയിട്ടുണ്ട്. ആകെ ചെലവ് എത്രയാണ്? സ്കോളർഷിപ്പിനായി 10,000 രൂപ ലഭിച്ചാൽ ഇനി എത്ര രൂപ കൂടി നൽകണം? ഇത്രയും സാധനങ്ങളുടെ ചെലവുണ്ട്, അതിൽ നിന്ന് 10,000 കുറയ്ക്കുക, ബാക്കി എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കുക. അടുത്ത വർഷം 2,500 രൂപ കുറയ്ക്കണമെങ്കിൽ ഏത് ചെലവുകൾ എത്ര വീതം കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത യൂണിറ്റ് 1ന്റെ ഒരു ഭാഗമാണ് രൂപങ്ങൾ. പ്രധാനപ്പെട്ടതാണ്. LSSന് റെക്റ്റാങ്കിളും സ്ക്വയറും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ കണക്കാക്കി മുന്നോട്ട് പോകുക. ഇവിടെ 2 ചതുരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഗ്രീൻ സൈഡ് ആൻഡ് ബ്ലൂ സൈഡ്. ഈ കൊടുത്തിരിക്കുന്ന ഗ്രീൻ സൈഡ് എത്രയാണ്, ബ്ലൂ സൈഡ് എത്രയാണ് തുടങ്ങിയവ കണ്ടെത്തണം. എന്നിട്ട് ടോപ്പ് സൈഡിലുള്ള പെരിമീറ്റർ, റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടെത്തണം. അങ്ങനെ 2 ചോദ്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. കൺസെപ്റ്റ് റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയിരിക്കും. റെക്റ്റാങ്കിളിന്റെ ഈ സൈഡ് വീതിയുള്ള ഭാഗം 5 ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡും 5 തന്നെയായിരിക്കും. എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ C 8 എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് B എത്രയായിരിക്കും? 8 തന്നെയായിരിക്കും. ഇവിടെ മുകൾ ഭാഗം 12 തന്നിട്ടുണ്ട്, താഴെയും അപ്പോൾ എത്രയാണ്? 12. ഇവിടം വരെ 5 ആണെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ബാക്കി 5 + 7 = 12. അപ്പോൾ നമുക്കത് കിട്ടും. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. പച്ച സൈഡ് കിട്ടി. ഇനി അതേപോലെ തന്നെ വീണ്ടും ആലോചിക്കുക, ഈ സൈഡ് 2 മീറ്റർ ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികം ഇപ്പുറത്തെ സൈഡ് എത്ര മീറ്റർ ആയിരിക്കും? 2 മീറ്റർ ആയിരിക്കും. എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. അടുത്തൊരു ചോദ്യം. സ്കൂൾ വിനോദയാത്ര രാവിലെ 5:30 തുടങ്ങി വൈകുന്നേരം 5:30 തിരിച്ചെത്തി. രാവിലെ 5:30 തുടങ്ങി വൈകുന്നേരം 5:30 തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ക്ലോക്ക് ഇവിടെ നിന്ന് കറങ്ങി ഇവിടം വരെ തിരിച്ചെത്തും. ഒരു ഫുൾ റൗണ്ട്. ഫുൾ റൗണ്ട് എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. സമയം നോക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. മിനിറ്റ്, സെക്കൻഡ് സൂചികൾ തുടങ്ങിയവയെല്ലാം നോക്കി അടയാളപ്പെടുത്താനാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ഡെയിലി എക്സാമുകൾ, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക എക്സാമുകൾ, LSS പ്രിപ്പറേഷനുള്ള എക്സാമുകൾ തുടങ്ങിയവ അവൈലബിൾ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളും കാര്യങ്ങളുമെല്ലാം അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ QR കോഡ് കൂടി സ്കാൻ ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നാളെ രാവിലെ ഈ ഒരു മോഡൽ ചോദ്യം ചെയ്യുക.
ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നല്ല രീതി എല്ലാവർക്കും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.